സാധാരണ ഈ പള്ളികൾക്കും അതുപോലെ നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കലക്ഷൻ ഇറങ്ങുമ്പോൾ എല്ലാവരും അങ്ങനെയെന്നല്ല ഞാൻ പറയണത്, അപൂർവമായിട്ടെങ്കിലും ചില ആൾക്കാരെ മനസ്സിലുള്ളതാണെന്ത്, എല്ലാവരും എഴുതട്ടെ, എല്ലാവരും കൊടുക്കട്ടെ, എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വരും ഞാൻ തരാം. അങ്ങനെ തികഞ്ഞില്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു സംഭവമല്ല ഇത് ആദ്യം കൊടുക്കേണ്ട കാര്യമാണ്. കാരണം എന്താ പറയുക, തികഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? തികഞ്ഞാൽ പിന്നെ നമുക്ക് കൂലില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഏതൊരു സ്ഥാപനം നമ്മൾ ഉയർത്തുമ്പോഴും അതിൽ ആരും കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് കൊടുക്കണം, അത് തികഞ്ഞോ തികലെന്നല്ല. നമുക്ക് നാളെ ഖബറിലും നാളെ പരലോകത്ത് നമ്മുടെ മീസാനിലും അമല് തികയണമെങ്കിൽ നമ്മൾ കൊടുത്താലേ തികയുള്ളൂ. ഇവിടെ പള്ളിക്ക് ആൾക്കാർ കൊടുത്തു എന്ന് വരും, മദ്രസിന് ആൾക്കാർ കൊടുത്തു എന്ന് വരും. പക്ഷെ അവനവൻ്റെ ഖബറിലേക്ക് ഒരു 3 കഷ്ണം തുണിയിൽ നമ്മളെ പൊതിഞ്ഞിറക്കി വെക്കുമ്പോൾ നമുക്ക് അമലുകൾ തികയണമെങ്കിൽ നമ്മൾ കൊടുത്തെങ്കിലേ പറ്റൂ. അത് ആ രീതിയിലായിരിക്കണം നമ്മുടെ മനസ്സ് വികസിക്കേണ്ടത്. എത്ര ചെറുതാകട്ടെ, എൻ്റെ ഒരു വിഹിതം ഞാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ റെസിപ്റ്റുമായി ഇറങ്ങുകയുള്ളൂ എന്ന് ഓരോ ആളുകളും തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ഇനി വിശുദ്ധ റമദാനാണ് വരുന്നത്. കുറേ റെസിപ്റ്റ് ബുക്കുകൾ നമ്മുടെ കയ്യിൽ വരാനുണ്ട്. നമ്മുടെ ജാമിയ അൽ ഹിന്ദിൻ്റെ കലക്ഷൻ വരാനുണ്ട്. ഈ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്താനുള്ള ഇതിൻ്റെ ദഅ്വ ഫണ്ട് കളക്ട് ചെയ്യാറുള്ളത് റമദാൻ മാസത്തിലാണ്. ഇതിൻ്റെയൊക്കെ കടലാസുകളും രേഖകളും ഒക്കെ നിങ്ങളെ കയ്യിലേക്ക് എത്തും. അപ്പോൾ ഉണ്ടാകേണ്ട മാനസികാവസ്ഥ ഇതാണ്. എല്ലാവരും കൊടുത്ത് തികയാത്തിടത്തേക്ക് തികക്കുന്ന ആളല്ല നമ്മൾ, മറിച്ച് ആര് കൊടുത്തില്ലെങ്കിലും എനിക്കിതിലൊരു പങ്കുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വരാൻ കഴിയണം എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.